നമ്പറുകൾ ഇന്ന് എല്ലാറ്റിനും എല്ലായിടത്തും നമ്പറുകളാണ്. വീട്ടു നമ്പർ, അക്കൗണ്ട് നമ്പർ, വാഹന നമ്പർ, മൊബൈൽ നമ്പർ, സർവത്ര നമ്പറുകളാൽ നമ്മുടെ ജീവിതം ഇഴചേർക്കപ്പെട്ടിരിക്കുന്നു. മൊബൈൽ ഫോണുകൾക്കും വാഹനങ്ങൾക്കും ഫാൻസി നമ്പറുകൾ തിരഞ്ഞെടുക്കുന്നവർ ഇന്ന് ഏറെയാണ്. അക്കങ്ങൾ തമ്മിൽ കൂട്ടി തൻ്റെ ഭാഗ്യസംഖ്യ വരും വിധം നമ്പർ തിരഞ്ഞെടുക്കുന്നവരും ഉണ്ട്. തുടക്കമോ ഒടുക്കമോ ഇന്ന സംഖ്യയിലായിരിക്കണമെന്ന് വേറെ ചിലർ, ഏതെങ്കിലും ഒരു നമ്പറായിരുന്നാൽ മതിയല്ലോ എന്ന് മറ്റു ചിലർ. എന്നാൽ വാഹന നമ്പരും നമ്മൾ നെഞ്ചോട് ചേർത്ത് വയ്ക്കുന്ന മൊബൈൽ നമ്പരും നമ്മുടെ ജീവിതത്തിൽ കാര്യമായ സ്വാധീനം ചെലുത്തുക തന്നെ ചെയ്യുന്നുണ്ട്. ഇത് പറയുമ്പോൾ ഏതാനും വർഷം മുമ്പ് ബ്രിട്ടനിൽ നടന്ന ഒരു സംഭവം ഓർമ്മയിലെത്തുന്നു. മൊബൈലിലെ ഒരു നമ്പർ വരുത്തിയ വിനകളെക്കുറിച്ചാണ് അത്. അങ്ങനെ 9 പ്രാവശ്യം 8 എന്ന നമ്പർ ആവർത്തിച്ച് വരുന്ന നമ്പർ കിട്ടാൻ പ്രത്യേകം രജിസ്ട്രേഷൻ ഫീസ് കൊടുത്ത് സെലക്ട് ചെയ്ത ഫാൻസി നമ്പർ മരണത്തിൻ്റെ ചിഹ്നമായി മാറി. 888 എന്ന മൊബൈൽ ഫോൺ നമ്പർ വാങ്ങിയ 3 പേരും കൊല്ലപ്പെട്ടത് 10 വർഷത്തിൻ്റെ ഉള്ളിലാണ്. മൈ ഫോൺ നമ്പർ ഈസ് 888 എന്ന് ആദ്യം പറഞ്ഞ ബൾഗേറിയൻ മൊബൈൽ കമ്പനി മോബിടെലിൻ്റെ CEO വ്ളാഡിമിർ ഗ്രേഷ്നോ ക്യാൻസർ ബാധിച്ച് 2001 48-ാമത്തെ വയസ്സിൽ മരണപ്പെട്ടു. പിന്നീട് ഈ ഫാൻസി നമ്പർ സ്വന്തമാക്കിയത് കോടാനുകോടികൾ സമ്പാദ്യമുള്ള മാഫിയ രാജാവ് കോൺസ്റ്റാന്റിൻ ഡിമിട്രോവ് ആണ്. നെതർലാൻഡ്സിൽ വെച്ച് ഈ ഫാൻസി നമ്പറിലേക്ക് വിളിച്ച ആരുമായോ മൊബൈൽ ഫോണിൽ സംസാരിച്ചുകൊണ്ട് സുന്ദരിയായ ഒരു മോഡലിനൊപ്പം ഇരിക്കുമ്പോഴാണ് 2003 ഡിമിട്രോവിന് അജ്ഞാതൻ്റെ വെടിയേറ്റത്. 8ൻ്റെ നിരയുള്ള നമ്പർ വിലപേശി വാങ്ങാൻ പിന്നീടെത്തിയത് അതിബുദ്ധിമാനായ ബിസിനസ്സുകാരൻ കോൺസ്റ്റാന്റിൻ ഡിഷ്ലിവ് ആയിരുന്നു. 9 8കളുള്ള ഫോൺ നമ്പർ കരസ്ഥമാക്കിയ അദ്ദേഹത്തിനു നേരെയും മരണം പാഞ്ഞെടുത്തു. ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടെ 2005 അദ്ദേഹത്തിന് വെടിയേറ്റത്. ഈ മരണങ്ങളെല്ലാം ഒരുപക്ഷെ ആസൂത്രിതമായിരിക്കാം, അല്ലായിരിക്കാം. അക്കാലങ്ങളിൽ അന്വേഷണവും നടന്നിരുന്നു. എന്തായിരുന്നാലും ഭാഗ്യം പരീക്ഷിച്ച് ഫാൻസി നമ്പർ എടുത്തവരുടെ ജീവനെടുത്ത മൊബൈൽ നമ്പർ 9 8കളുടെ നിരയുള്ള ഈ നമ്പർ ഇപ്പോൾ ബ്രിട്ടനിൽ ഇല്ല. നമ്പർ നിരോധിച്ചിരിക്കുകയാണ്. ഈ നമ്പറിലെ അക്കങ്ങൾ തമ്മിൽ കൂട്ടി വീണ്ടും കൂട്ടിയാൽ 9 ലഭിക്കുന്നു. എങ്കിലും 8-ാം തീയതി ജനിച്ചവർക്കോ 9-ാം തീയതി ജനിച്ചവർക്കോ പോലും ഈ ഫോൺ നമ്പർ ഒരു ഭാഗ്യ നമ്പറായി കണക്കാക്കാനാവില്ല. കാരണം ഇവിടെ ഈ നമ്പറിലെ 8കൾ 88കളായും 77കളായും വൈബ്രേറ്റ് ചെയ്യപ്പെട്ട് ഉരുത്തിരിയുന്ന ജീവസംഖ്യ 18 ഫലത്തിൽ ഒരു 28 ആയി ഒരു പൈശാചിക നമ്പറായി മാറുന്നു. ഇന്ന് സാധാരണ കാണപ്പെടുന്ന മിക്ക വാഹനങ്ങളുടെയും മൊബൈലിൻ്റെയും ഫാൻസി നമ്പറുകൾ ഏറിയ കൂറും നീച മരണ നമ്പറുകളാണ്. നാം അറിയാതെയാണെങ്കിലും നമ്മുടെ ജീവിതത്തിൻ്റെ അനുകൂലമോ പ്രതികൂലമോ ആയ ചാലക ശക്തിയായി മാറുന്നതിനാൽ നമ്പറുകൾ സൗഭാഗ്യ കപാല സംഖ്യകളിലായിരിക്കേണ്ടത് ഭാഗ്യത്തിന് മാത്രമല്ല, ജീവിതത്തിൻ്റെ ആഴവും പരപ്പും ദൈർഘ്യവും വർദ്ധിപ്പിക്കുന്നതിന് അനിവാര്യമാണ്. ഇത്രയും എന്നെ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.